30-ാം അധ്യായം. യഹോവയുടെ അരുളപ്പാടെനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അയ്യോ കഷ്ടദിവസം എന്ന് മുറയിടുവിൻ, നാളടുത്തിരിക്കുന്നു. അതെ, യഹോവയുടെ നാളടുത്തിരിക്കുന്നു. അത് മേഘമുള്ള ദിവസം, ജാതികളുടെ കാലം തന്നെയായിരിക്കും. മിസ്രയീമിന്റെ നേരെ വാൾ വരും. മിസ്രയീമിൽ നിഹതന്മാർ വീഴുകയും അവരതിലെ സമ്പത്ത് അപഹരിക്കുകയും അതിലെ അടിസ്ഥാനങ്ങൾ ഇടിക്കുകയും ചെയ്യുമ്പോൾ കൂശിൽ അതിവേദനയുണ്ടാകും. കൂശ്യരും പൂത്യരും ലൂദ്യരും സമ്മിശ്ര ജാതികളൊക്കെയും കൂബ്യരും സഖ്യതയിൽപ്പെട്ട ദേശക്കാരും അവരോടുകൂടെ വാൾ കൊണ്ടു വീഴും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. മിസ്രയീമിനെ താങ്ങുന്നവർ വീഴും, അതിന്റെ ബലത്തിന്റെ പ്രതാപം താണുപോകും. സെവേനെ ഗോപുരം മുതൽ അവർ വാൾ കൊണ്ടു വീഴുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവർ ശൂന്യദേശങ്ങളുടെ മധ്യേ ശൂന്യമായി പോകും. അതിലെ പട്ടണങ്ങൾ ശൂന്യപട്ടണങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. ഞാൻ മിസ്രയീമിന് തീ വെച്ചിട്ട് അതിന്റെ സഹായക്കാരൊക്കെയും തകർന്നു പോകുമ്പോൾ ഞാൻ യഹോവയെന്ന് അവരറിയും. ആ നാളിൽ ജൂതന്മാർ നിശ്ചിന്തന്മാരായ കുശ്യരെ ഭയപ്പെടുത്തേണ്ടതിന് കപ്പലുകളിൽ കയറി എന്റെ മുമ്പിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ മിസ്രയീമിന്റെ നാളിൽ എന്ന പോലെ അവർക്ക് അതിവേദനയുണ്ടാകും. ഇതാ അത് വരുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ ബാബേൽ രാജാവായ നെബൂഖദ്നേസരിന്റെ കൈയാൽ മിസ്രയീമിന്റെ പുരുഷാരത്തെ ഇല്ലാതാക്കും. ദേശത്തെ നശിപ്പിക്കേണ്ടതിന് അവനെയും അവനോടുകൂടെ ജാതികളിൽ ഭയങ്കരന്മാരായ അവന്റെ ജനത്തെയും വരുത്തും. അവർ മിസ്രയീമിന്റെ നേരെ വാളൂരി ദേശത്തെ നിഹതന്മാരെ കൊണ്ട് നിറയ്ക്കും. ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റുകളയും. ദേശത്തെയും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കൈയാൽ ശൂന്യമാക്കും. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവരുടെ മിഥ്യാമൂർത്തികളെ നോഫിൽ നിന്ന് ഇല്ലാതാക്കും. ഇനി മിസ്രയീം ദേശത്ത് നിന്ന് ഒരു പ്രഭു ഉത്ഭവിക്കയില്ല. ഞാൻ മിസ്രയീം ദേശത്ത് ഭയം വരുത്തും. ഞാൻ പത്രോസിനെ ശൂന്യമാക്കും. സോവാന് തീവയ്ക്കും. നോവിൽ ന്യായവിധി നടത്തും. മിസ്രയീമിന്റെ കോട്ടയായ സീനിൽ ഞാൻ എന്റെ ക്രോധം പകരും. ഞാൻ നോവിലെ പുരുഷാരത്തെ ഛേദിച്ചു കളയും. ഞാൻ മിസ്രയീമിന് തീവയ്ക്കും. സീൻ അതിവേദനയിലാകും. നോവ് പിളർന്നു പോകും. നോവിന് പകൽ സമയത്ത് വൈരികളുണ്ടാകും. ആവനിലെയും പീബേസത്തിലെയും യൗവനക്കാർ വാൾ കൊണ്ടു വീഴും. അവയോ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ഞാൻ മിസ്രയീമിന്റെ നുകം ഒടിച്ച് അവളുടെ ബലത്തിന്റെ പ്രതാപം ഇല്ലാതാക്കുമ്പോൾ തഹഫ്നേഹസിൽ പകലിരുണ്ടു പോകും. അവളെയോ ഒരു മേഘം മൂടും. അവളുടെ പുത്രിമാർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെ ഞാൻ മിസ്രയീമിൽ ന്യായവിധികളെ നടത്തും. ഞാൻ യഹോവ എന്ന് അവരറിയും. 11-ാം ആണ്ട് 1-ാം മാസം 7-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, മിസ്രയീം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല, ചികിത്സ ചെയ്യുകയുമില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ മിസ്രയീം രാജാവായ ഫറവോന് വിരോധമായിരിക്കുന്നു. ഞാൻ അവന്റെ ഭുജങ്ങളെ ബലമുള്ളതിനെയും ഒടിഞ്ഞിരിക്കുന്നതിനെയും തന്നെ ഒടിച്ചുകളയും. വാളിനെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വീഴിച്ചു കളകയും ചെയ്യും. ഞാൻ മിസ്രയീമിനെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും. ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തി എന്റെ വാളിനെ അവന്റെ കയ്യിൽ കൊടുക്കും. ഫറവോന്റെ ഭുജങ്ങളെയോ ഞാൻ ഒടിച്ചുകളയും. മുറിവേറ്റവൻ ഞരങ്ങുന്നത് പോലെ അവൻ അവന്റെ മുമ്പിൽ ഞരങ്ങും. ഇങ്ങനെ ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തും. ഫറവോന്റെ ഭുജങ്ങൾ വീണുപോകും. ഞാൻ എന്റെ വാളിനെ ബാബേൽ രാജാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ അതിനെ മിസ്രയീം ദേശത്തിന്റെ നേരെ ഓങ്ങുമ്പോൾ ഞാൻ യഹോവ എന്ന് അവരറിയും. ഞാൻ മിസ്രയീമ്യരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും. ഞാൻ യഹോവ എന്ന് അവരറിയും.